ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ യൂണിറ്റിൻ്റെ പേരാണ് ഇറ്റ് ഈസ് സ്പ്രിംഗ്. ഇത് വസന്തകാലമാണ്. വസന്തകാലം എന്ന് പറഞ്ഞാൽ പൂക്കളൊക്കെ ഉണ്ടാകുന്ന കാലം. ഓണം ഇൻ 10 days സ്റ്റാർട്ടിങ് വിത്ത് അത്തം. അത്തം 10 പൊന്നോണം എന്നാണ് പറയുന്നത്. ഹൗ എബൌട്ട് ഓണം വിത്ത് ഗ്രാൻഡ്മ? ഫാദർ ചോദിക്കുകയാണ്, നമുക്ക് ഓണം ഗ്രാൻഡ്മയുടെ മുത്തശ്ശിയുടെ കൂടെ ആഘോഷിച്ചാലോ? അപ്പോൾ അമ്മ നൈസ്, ഗ്രേറ്റ്, ദാറ്റ് വിൽ ബി ഫൺ. അപ്പോൾ കുട്ടി പറയാണ് അത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടി ഓണം ആഘോഷിക്കാനായിട്ട് മുത്തശ്ശിയുടെ വീട്ടിൽ പോകാനാണ് പ്ലാൻ. അപ്പോൾ എല്ലാവരും ഗ്രാൻഡ്മയുടെ അടുത്തെത്തി. കണ്ടില്ലേ, ഒരു കുട്ടി ഗ്രാൻഡ്മ എന്ന് പറഞ്ഞ് ഓടി ചെല്ലുകയാണ്. സോ ഗുഡ് ടു സീ യു കിഡ്സ്. കുട്ടികളെ, നിങ്ങളെ കണ്ടതിൽ സന്തോഷം എന്നാണ് ഗ്രാൻഡ്മ പറയുന്നത്. പൂക്കളം. നീരവ്, നിയ ആൻഡ് ഗ്രാൻഡ്മ പിക്ഡ് ഫ്ലവേഴ്സ് ഫോർ ദ പൂക്കളം. അപ്പോൾ ഓണത്തിന് പൂക്കളം ഇടും അല്ലേ? അപ്പോൾ നീരവും നിയയുമാണ് ഗ്രാൻഡ്മയുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ ഗ്രാൻഡ്മയും നീരവും നിയയും കൂടി പൂക്കളത്തിന് വേണ്ടി പൂക്കൾ പറിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഓരോരുത്തരും പറിച്ച പൂവാണ് കാണുന്നത്. കണ്ടില്ലേ, കോൺഫ്ലവർ. കോൺഫ്ലവർ എന്ന് പറഞ്ഞാൽ ശംഖുപുഷ്പം, നീല കളറിൽ കാണുന്നതാണ്. അതുപോലെ തന്നെ റോസ്, പിന്നെ ജാസ്മിൻ മുല്ലപ്പൂവ്, ക്രിസാന്തമം അതായത് ജമന്തി, ഇതൊക്കെയാണ് അവർ പറിച്ചിട്ടുള്ളത്. പിന്നെ ഗ്ലോബ് അമരാന്ത്, വാടാമല്ലി, വയലറ്റ് കളറിൽ കണ്ടില്ലേ, അതും. അപ്പോൾ നീരവ് എത്ര പൂവാണ് പറിച്ചത്, നീയ എത്രയാണ്, ഗ്രാൻഡ്മ എത്രയാണ് എന്ന് എണ്ണി നോക്കി എഴുതണം. അപ്പോൾ നീരവ് ആദ്യം കോൺഫ്ലവർ എത്രയാണ് പറിച്ചിട്ടുള്ളത് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4, 4 എണ്ണം അല്ലേ? പിന്നെ റോസ് എത്രയാണ്? 1 2 3. ജാസ്മിൻ 1 2 3 4 5, 5 ജാസ്മിൻ മുല്ലപ്പൂവാണ് പറിച്ചിട്ടുള്ളത്. ക്രിസാന്തമം ജമന്തി എത്രയാണ്? 1 2 3, 3 എണ്ണം. ഇനി നമുക്ക് നിയ പറിച്ചത് നോക്കാം. കോൺഫ്ലവർ എത്രയാണ്? 1 2 3 4 5 6, 6 ശംഖുപുഷ്പമാണ് നിയ പറിച്ചിട്ടുള്ളത്. റോസോ ആകെ ഒരെണ്ണം അല്ലേ? ഇനി ഗ്ലോബ് അമരാന്ത് അതായത് വാടാമല്ലി, ആ വയലറ്റ് കളറിൽ കാണുന്നത് 1 2 3 4 5 6, 6 എണ്ണം. ഇനി ഗ്രാൻഡ്മ പറിച്ചത് നോക്കാം. ഗ്രാൻഡ്മ ജാസ്മിൻ എത്രയാണ്? 1 2 3 4 5. അതുപോലെ തന്നെ ഗ്ലോബ് അമരാന്ത് എത്രയാണ്? 1 2 3. ഇനി ക്രിസാന്തമം ജമന്തി 1 2, 2 എണ്ണം. They sorted the flowers into different baskets. How many of each? അങ്ങനെ അവർ പൂക്കളെല്ലാം ഇങ്ങനെ ഓരോ ബാസ്ക്കറ്റിൽ തരം തിരിച്ച് വെക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആദ്യം വെക്കുന്നത് റോസാണ്. നീരവ് ബ്രോട്ട്. നീരവ് എത്രയാണ് പറിച്ചത്? നിയ ബ്രോട്ട്. നിയ എത്രയാണ് പറിച്ചത്? അപ്പോൾ നീരവ് എത്ര റോസാണ് പറിച്ചത്? 3, 3 എണ്ണം. നിയയോ 1. 3 and 1 make 4. 3 and 1 equal to 4. നീരവിൻ്റെ 3ഉം നീയയുടെ 1ഉം കൂട്ടിയാൽ എത്രയാണ് വരുന്നത്? 4. 1 2 3 plus 1 4. 3 plus 1 equal to 4. Flowers of both of them added is 4. രണ്ടുപേരുടെയും റോസ് ആഡ് ചെയ്തപ്പോൾ എത്രയാണ് കിട്ടിയത്? 4, 4. അടുത്തത് ക്രിസാന്തമം ജമന്തിയാണ്. നീരവ് ബ്രോട്ട്. നീരവ് എത്രയാണ്? 3, 3 എണ്ണമാണ് പറിച്ചത്. ഇനി ഗ്രാൻഡ്മ പറിച്ചത് എത്രയാണ്? 2. 3 and 2 make 5. 3 and 2 equal to 5. 3ഉം 2ഉം ആഡ് ചെയ്തപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 5. 1 2 3 plus 2 4 5, 5 കിട്ടുന്നത്. നിയ ബ്രോട്ട് ഗ്ലോബ് അമരാന്ത്. വാടാമല്ലി എത്രയാണ് നിയ പറിച്ചത്? നിയ പറിച്ചത് 6. ഗ്രാൻഡ്മ ബ്രോട്ട്. ഗ്രാൻഡ്മ പറിച്ചത് എത്രയാണ്? 3. 6 and 3 make 9. 6 and 3. 6 plus 3 equal to 9. 1 2 3 4 5 6 plus 3 7 8 9. ജാസ്മിൻ മുല്ലപ്പൂവ്. നീരവ് ബ്രോട്ട് 5. ഗ്രാൻഡ്മ ബ്രോട്ട് 5.
5 and 5 make 10. അഞ്ചും അഞ്ചും കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത്? 10, 10. How many jasmine? എത്ര മുല്ലപ്പൂവാണ് ഉള്ളത്? 10, 10 മുല്ലപ്പൂവാണ് ഉള്ളത്. 1, 2, 3, 4, 5. അടുത്ത 5 കൂടി കൂട്ടുമ്പോൾ 6, 7, 8, 9, 10. കോൺഫ്ലവർ, ശംഖുപുഷ്പം. നീരവ് ബ്രോട്ട് 4, നിയ ബ്രോട്ട് 6. 4 and 6 make 10. നീരവ് 4, 4 എണ്ണവും നിയ 6 എണ്ണവുമാണ് പറിച്ചത്. അപ്പോൾ 1, 2, 3, 4 plus 6 ആകുമ്പോൾ 5, 6, 7, 8, 9, 10. Flowers of both of them added how many? രണ്ടുപേരും പറിച്ചത് ആഡ് ചെയ്യുമ്പോൾ 4 plus 6 equal to 10. 10 ശംഖുപുഷ്പങ്ങളാണ് പറിച്ചത്. റയാൻ കം ഫോർ ദ ഓണം ഫീസ്റ്റ്. ഹി ഹെൽപ്ഡ് ടു കൗണ്ട് ഔട്ട് ദ ഗ്ലാസസ്. ഓണസദ്യയ്ക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് റയാൻ കൂടി വന്നു. ഐ കൗണ്ടഡ് ഔട്ട് 5. അപ്പോൾ റയാൻ പറയാണ് 5 എണ്ണം ഞാൻ എണ്ണി. അപ്പോൾ അടുത്തുള്ള കുട്ടി പറയാണ് ദർ ഈസ് 1 മോർ ഇൻ ഫ്രണ്ട്. നിൻ്റെ മുൻപിൽ ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ റയാന് കണ്ണ് കാണില്ല അല്ലേ? 5 and 1 make. 5ഉം 1ഉം കൂട്ടുമ്പോൾ എത്രയാണ്? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. 1, 2, 3, 4, 5 പ്ലസ് 1, 6. 6 ഗ്ലാസ് ആണ് അവിടെ ഉള്ളത്. നീരവ് ടുക്ക് ഔട്ട്. നീരവ് എത്രയാണ് എടുത്തത്? 1, 2, 3, 4. നിയ ടുക്ക് ഔട്ട്. നീ എടുത്തത് 1, 2, 3 ഗ്ലാസസ്. രണ്ടുപേരും എടുത്തത് 4 plus 3. 4 plus 3 എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6, 7. 7 ഗ്ലാസസ് ആണ് ഉള്ളത്. നീരവ് ഗേവ് 2 glasses to നിയ. നീരവ് 2 ഗ്ലാസ് നിയയ്ക്ക് കൊടുത്തു. നൗ നീരവ് ഹാസ് ഡാഷ് ഗ്ലാസസ്. എത്ര ഗ്ലാസസ് ആണ് നീരവിൻ്റെ കയ്യിലുണ്ടായിരുന്നത്? 4, 4 എണ്ണമായിരുന്നു. അതിൽ നിന്നും 2 എണ്ണം പോയാൽ ഇപ്പോൾ എത്രയുണ്ട്? 2 glasses. 2 ഗ്ലാസസ് ആണ് നീരവിൻ്റെ കയ്യിലുള്ളത്. സബ്ട്രാക്ഷനാണ് ചെയ്യേണ്ടത്. നിയ ഹാസ് ഡാഷ് ഗ്ലാസസ്. നിയയ്ക്ക് 2 ഗ്ലാസ് ഇങ്ങോട്ട് കിട്ടുകയാണ് ചെയ്തത് അല്ലേ? അപ്പോൾ 3 plus 2 അഡീഷൻ ചെയ്യണം. എത്രയാണ്? 1, 2, 3, 4, 5. 5 ഗ്ലാസസ് ആണ് ഇപ്പോൾ നിയയുടെ കയ്യിലുള്ളത്. ബാംഗിൾസ് ഇൻ ഹാൻഡ്സ്. കയ്യിലെ വളകൾ. ഹൗ മെനി ബാംഗിൾസ്? എത്ര ബാംഗിൾസ് ആണുള്ളത്? 1, 2, 3, 4. ഒരു കയ്യിൽ 4 ഉണ്ട്. 1, 2, 3, 4. അടുത്ത കയ്യിലും 4 ആണുള്ളത്. 4 plus 4 equal to 8. ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഓൺ ഈച്ച് ആം. ഓരോ ദിവസവും അങ്ങനെ മാറ്റി മാറ്റി ഇടുകയാണെങ്കിൽ ആകെ 8 വളകളാണ് അല്ലേ ഉള്ളത്? എങ്ങനെയൊക്കെ ഇടാം? 2 plus 6. ഒരു കയ്യിൽ 2ഉം ഒരു കയ്യിൽ 6ഉം. അപ്പോൾ 8 കിട്ടും. ഇനിയോ 7 plus 1. അപ്പോഴും നമുക്ക് 8 ആണ് കിട്ടുന്നത്. അതുകൂടാതെ 5 plus 3 8 കിട്ടും. ഓണം ഫീസ്റ്റ്, ഓണസദ്യ. റിലേറ്റീവ്സ് ആൻഡ് നൈബേഴ്സ് കെയിം ഫോർ ദ ഫീസ്റ്റ്. ബന്ധുക്കളും അതുപോലെ തന്നെ അയൽവാസികളുമൊക്കെ ഫീസ്റ്റിനായിട്ട് വന്നു. ഷാൾ വി ലേ ഔട്ട് ദ ലീവ്സ്. നമുക്ക് ഇലയിട്ടാലോ എന്നാണ് അമ്മ ചോദിക്കുന്നത്. നീരവ് ടുക്ക്. നീരവ് എടുത്തതാണ് 1, 2, 3, 4, 5. 5 ഇലകൾ. നിയ ടുക്ക് 1, 2, 3, 4. 4 ഇലകളാണ് നിയ എടുത്തത്. ടോട്ടൽ 5 plus 4. 5 plus 4 ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ഇലകളാണ് ടോട്ടൽ ഉള്ളത്. നിയാസ് സോങ്. നിയയുടെ പാട്ടാണ്. കൗസ് മോ ആൻഡ് മോ, 1 and 1 make 2. ടൈഗേഴ്സ് roar and roar, 2 and 2 make 4. Puppy licks and licks, 3 and 3 make 6. Giraffe standing straight, 4 and 4 make 8. Lion is in his den, 5 and 5 make 10. എന്താണ് പറയുന്നത്? കൗസ് മോ ആൻഡ് മോ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 1 ഉം 1 ഉം കൂട്ടിയാൽ 2 ആണ്.
പിന്നെ ടൈഗേഴ്സ് റോർ എന്നാണ് പറയുന്നത്. രണ്ടും രണ്ടും കൂട്ടിയാൽ 4 പിന്നെ നായ്ക്കുട്ടിയാണ് ലിക്സ്, ഇങ്ങനെ നക്കി ഇരിക്കും അല്ലേ. അതുപോലെ തന്നെ 3 കൂട്ടിയാൽ 6. പിന്നെ ജിറാഫ് നേരെയാണ് നിൽക്കുന്നത്. അതുപോലെ 4 കൂട്ടിയാൽ 8. സിംഹം ലയൺ അതിൻ്റെ ഡെൻ, അതിൻ്റെ ഗുഹയിലാണ്. 5 കൂട്ടിയാൽ 10 എന്നാണ് പറയുന്നത്. ആഫ്റ്റർ ദ ഫീസ്റ്റ് ദേ വെൻറ്റ് ഔട്ട്സൈഡ് ദ കോർട്ട്യാർഡ് ആൻഡ് സോ ദ ബേർഡ്സ്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവർ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് ബേർഡ്സിനെ കണ്ടില്ലേ, മരത്തിലും താഴെയുമൊക്കെ ബേർഡ്സ് ഉണ്ട്. ഹൗ മെനി ബേർഡ്സ് ഇൻ ദ ട്രീ? എത്ര ബേർഡ്സ് ആണ് മരത്തിന് മുകളിലുള്ളത്? 1 2 3 4 4 ബേർഡ്സ് ആണ് ഉള്ളത്. ഹൗ മെനി ഓൺ ദ ഗ്രൗണ്ട്? താഴെ എത്രയാണുള്ളത്? 1 2 3 4 5 5 ബേർഡ്സ് ആണ് അല്ലേ. ഹൗ മെനി ഇൻ ഓൾ? ടോട്ടൽ എത്രയാണ്? 4 + 5 9 9 ബേർഡ്സ് ആണ് ഉള്ളത്. വേർ ആർ മോർ ബേർഡ്സ് ഇൻ ദ ട്രീ ഓർ ഓൺ ദ ഗ്രൗണ്ട്? മരത്തിലാണോ താഴെയാണോ കൂടുതൽ ബേർഡ്സ് ഉള്ളത്? എവിടെയാണ്? ഗ്രൗണ്ട്, താഴെയാണ് അല്ലേ. ഹൗ മെനി മോർ? എത്രയാണ് കൂടുതലുള്ളത്? ട്രീയുടെ മുകളിൽ 4ഉം താഴെ 5ഉമാണ് അല്ലേ. അപ്പോൾ 5 - 4 = 1. ഒരെണ്ണമാണ് കൂടുതലുള്ളത്. ഹൗ മെനി ബേർഡ്സ് ഇൻ ദ ട്രീ? എത്ര ബേർഡ്സ് ആണ് ഇപ്പോൾ ട്രീയിലുള്ളത്? 1 2 3 4 4 ബേർഡ്സ്. 2 ബേർഡ്സ് ഫ്ലൂ അവേ ഫ്രം 4. ഹൗ മെനി ആർ ലെഫ്റ്റ്? 4 ബേർഡ്സ് ഉണ്ടായിരുന്നതിൽ നിന്ന് 2 പറന്നുപോയി. ഇനി എത്രയാണുള്ളത്? പോയി എന്ന് പറയുമ്പോൾ കുറഞ്ഞു അല്ലേ. 4 - 2 = 2. 2 ഇനി ബാക്കിയുള്ളത്. ഹൗ മെനി ഫ്ലവേഴ്സ്? എത്ര പൂക്കളാണുള്ളത്? 1 2 3 4 5 6 7 8 8 ഫ്ലവേഴ്സാണുള്ളത്. ഫ്ലവേഴ്സ് നിയ ടുക്ക് 4. 4 ഫ്ലവേഴ്സ് നിയ എടുത്തു. ഫ്ലവേഴ്സ് ലെഫ്റ്റ്. ഇനി ബാക്കി എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 8 - 4. ഫ്ലവേഴ്സ് കുറഞ്ഞതാണ് അല്ലേ. അപ്പോൾ നമ്മൾ സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത്. 8 - 4 8ൽ നിന്നും 4 ഫ്ലവേഴ്സ് നിയ എടുത്തു. ബാക്കിയുള്ളത് 1 2 3 4 4 ഫ്ലവേഴ്സ്. നമ്പേഴ്സ് ഓഫ് ബലൂൺസ്. എത്ര ബലൂൺസ് ഉണ്ടത്? 1 2 3 4 5 6 7 8 9 9 ബലൂൺസ് ആണുള്ളത്. നീരവ് ബോട്ട് 4 ബലൂൺസ്. ടോട്ടൽ ബലൂൺസ് ലെഫ്റ്റ്. അതിൽ നിന്നും 4 നീരവ് എടുത്തു. ഇനി ബാക്കിയുള്ളത് 9 - 4 = 5. 5 ബലൂൺസ് ആണ് ഇനി ബാക്കിയുള്ളത്. നിയ കം ഫാസ്റ്റ്, ഗ്രൂപ്പ് സോങ് ഈസ് എബൌട്ട് ടു സ്റ്റാർട്ട്. അപ്പോൾ നീരവ് പറയാണ്, നിയ ഓടി വരൂ, ഗ്രൂപ്പ് സോങ് തുടങ്ങാറായി. പാർട്ടിസിപ്പൻസ് ഓഫ് ഗ്രൂപ്പ് സോങ് 7 persons. 7 പേരാണ് ഗ്രൂപ്പ് സോങ്ങിലുള്ളത്. നമ്പർ ഓഫ് കിഡ്സ് റീച്ച്ഡ് 5 persons. പക്ഷേ അവിടെ പാടാനെത്തിയിരിക്കുന്നത് 5 persons ആണ്, 5 പേരാണ്. ഹൗ മെനി യെറ്റ് ടു കം? ഇനി എത്ര പേർ വരാനുണ്ട്? 7 - 5 7 പേരുണ്ട്. അതിൽ 5 പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് 2 2 പേര് കൂടി വരാനുണ്ട്. ഓണം ഫെസ്റ്റ് അറ്റ് ദ ക്ലബ്ബ്. ക്ലബ്ബ് നടത്തുന്ന ഓണപരിപാടിയാണ്. മ്യൂസിക്കൽ ചെയേഴ്സ് ഈസ് എബൌട്ട് ടു സ്റ്റാർട്ട്. കസേര കളിയാണ് അല്ലേ. മ്യൂസിക്കൽ ചെയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. റിമൂവ് 2 ചെയേഴ്സ് ഈച്ച് ടൈം വെൻ മ്യൂസിക് സ്റ്റോപ്സ്. പാട്ട് നിന്നാൽ 2 ചെയർ അപ്പോൾ തന്നെ മാറ്റണം. നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദ ഗെയിം. എത്ര പേരാണ് ഗെയിമിലുള്ളത്? എത്രയാണ്? ആ ചെയറിന് ഉള്ളിലായിട്ടുള്ള റൗണ്ട് നോക്കൂ. 1 2 3 4 5 6 7 8 9 10 10 പേരാണ് അല്ലേ. അതുപോലെ തന്നെ ചെയർ എത്രയാണ്? നമ്പർ ഓഫ് ചെയേഴ്സ് 1 2 3 4 5 6 7 8 8 ചെയേഴ്സാണ് ഉള്ളത്. ഇൻ ദ ഫസ്റ്റ് റൗണ്ട് ദ മ്യൂസിക് സ്റ്റോപ്ഡ്. 2 were ഔട്ട് ഓഫ് ദ ഗെയിം. അപ്പോൾ 2 പേര് മ്യൂസിക് സ്റ്റോപ്പ് ചെയ്തപ്പോൾ അതിൽ നിന്നും ഔട്ടായി. ഹൗ മെനി കിഡ്സ് റിമെയിൻ? ഇനി എത്ര കുട്ടികളുണ്ട്? 10 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും 2 പേര് പോയി അല്ലേ. അപ്പോൾ 10 - 2 = 8. 8 കുട്ടികളാണ് ഉള്ളത്.
ഹൗ മെനി ചെയേഴ്സ്? ഇനി എത്ര കസേരകളുണ്ട്? 8 ചെയേഴ്സാണ് ഉണ്ടായിരുന്നത്. സ്റ്റോപ്പ് ചെയ്തപ്പോൾ 2 ചെയേഴ്സ് മാറ്റി അല്ലേ? അപ്പോൾ 8 - 2 = 6. ഗെയിം കണ്ടിന്യൂഡ്. 2 more were out. അങ്ങനെ കളി തുടർന്നു. വീണ്ടും 2 പേര് ഔട്ടായി. ഹൗ മെനി കിഡ്സ് റിമെയിൻ? ഹൗ മെനി ചെയേഴ്സ്? ഇപ്പോൾ എത്ര കുട്ടികളുണ്ട്? എത്ര ചെയേഴ്സ് ഉണ്ട്? 8 കുട്ടികളാണ് ഉണ്ടായിരുന്നത് അല്ലേ? 8-ൽ നിന്നും 2 പേര് പോയി കഴിഞ്ഞാൽ ഇനി 6. അതുപോലെ തന്നെ ചെയേഴ്സ് 6 ആണ് ഉണ്ടായിരുന്നത്. 2 എണ്ണം പോയാൽ എത്രയാണ്? 4. തേർഡ് ടൈം ഓൾസോ 2 more were out. അടുത്ത തവണയും 2 പേര് പോയി. അപ്പോൾ ഹൗ മെനി കിഡ്സ് റിമെയിൻ? ഹൗ മെനി ചെയേഴ്സ്? 6 കിഡ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 2 പേര് പോയാൽ 4. അതുപോലെ 4 ചെയേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി ഇനി 2 ചെയേഴ്സ് ആണ് ഉള്ളത്. ഇൻ ദ നെക്സ്റ്റ് ടേൺ 2 more were out. അടുത്ത തവണ 2 പേര് കൂടി പോയി. അപ്പോൾ ഹൗ മെനി കിഡ്സ് റിമെയിൻ? 4 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 2 പേര് പോയാൽ ബാക്കി 2. 2 പേരാണ് ഇനി ബാക്കിയുള്ളത്. നിയാസ് ചെയിൻ ഹാസ് 9 ബീഡ്സ്. നീരവ് ചെയിൻസ് ഹാസ് 5 ബീഡ്സ്. നീരവിൻ്റെ ചെയിൻ അതിൽ 5 ബീഡ്സ് ആണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നിയയുടെ ചെയിനിൽ 9 ബീഡ്സുമാണ് ഉണ്ടായിരുന്നത്. ഗിവ് മീ 1 ബീഡ്. അപ്പോൾ നിയ ചോദിക്കുകയാണ് എനിക്ക് ഒരു ബീഡ് തരൂ എന്ന്, ഒരു മണി തരൂ. ഷുവർ ദെൻ 4 ബീഡ്സ് ആർ ലെഫ്റ്റ് വിത്ത് മീ. അപ്പോൾ നീരവ് പറയുകയാണ് ഞാൻ ഒന്ന് തന്നാൽ ബാക്കി എൻ്റെ കയ്യിൽ 4 എണ്ണം ബാക്കിയുണ്ട്. ഐ ഹാവ് 9 and 1 = 10. നിയയുടെ കയ്യിൽ 9 ബീഡ്സ് ആണ് ഉണ്ടായിരുന്നത്. നീരവിൻ്റെ കയ്യിൽ നിന്ന് ഒന്നുകൂടി വാങ്ങിയപ്പോൾ 9 + 1 = 10 ആയി അല്ലേ? പക്ഷേ നീരവിൻ്റെ കയ്യിൽ 5 ഉണ്ടായിരുന്നു. 1 കൊടുത്തപ്പോൾ ഇപ്പോൾ എത്രയായി? 4 ആയി. ടോട്ടൽ 10 and 4 = 14. നിയയുടെ കയ്യിലുള്ള 10ഉം നീരവിൻ്റെ കയ്യിലുള്ള 4ഉം ആഡ് ചെയ്തപ്പോൾ 14. 10 + 4. 10 കഴിഞ്ഞാൽ 11, 12, 13, 14. 14. ലുക്ക് അറ്റ് ദ ബീഡ്സ് ഇൻ ദ ചെയിൻ. ആ ചെയിനിലുള്ള ബീഡ്സ് നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8. നമ്പർ ഓഫ് റെഡ് ബീഡ്സ്. ചുവപ്പ് ബീഡ്സ് എത്രയാണുള്ളത്? 8. നമ്പർ ഓഫ് ബ്ലൂ ബീഡ്സ് 1, 2, 3, 4, 5, 6, 7. 7 ബീഡ്സ്. 2 beads are taken from 7 beads and added to 8. 7 ബീഡ്സ് ഉള്ളതിൽ നിന്ന് 2 എണ്ണം എടുത്ത് 8 ബീഡ്സ് ഉള്ളതിലേക്ക് ചേർത്തു എന്നാണ് പറയുന്നത്. 8 ബീഡ്സ് ഉള്ളത് ഏതാണ്? റെഡ് ബീഡ്സ് ആണ് അല്ലേ? അതിൻ്റെ കൂടെ 2 എണ്ണം കൂടി ബ്ലൂവിൽ നിന്ന് ചേർത്തു. അപ്പോൾ എത്രയാണ്? 8 and 2 make 10. 8 കഴിഞ്ഞാൽ പിന്നെ 9, 10. From 7 2 beads are taken. 7 ബീഡ്സ് ഉള്ളതിൽ നിന്ന് 2 എണ്ണം കുറഞ്ഞു എടുത്തു അല്ലേ? അപ്പോൾ ബാക്കിയുള്ളത് 5. 10 and 5 make 15. 10ഉം 5ഉം കൂടി കൂട്ടിയാൽ എത്രയാണ്? 15. 15 കിട്ടുന്നത്. 10 കഴിഞ്ഞാൽ 11, 12, 13, 14, 15. 10 and more. 10ൽ കൂടുതൽ. How many eggs in each tray? ഓരോ ട്രേയിലും എത്ര എഗ്സ് ഉണ്ട്? ആദ്യത്തേത് നോക്കൂ. 1, 2, 3, 4, 5, 6, 7. രണ്ടാമത്തേത് 1, 2, 3, 4, 5, 6. ആദ്യത്തേത് 7ഉം രണ്ടാമത്തേത് 6ഉം. We want 10 eggs in the first tray. How many must be taken from the second tray? ആദ്യത്തെ ട്രേയിൽ നമുക്ക് 10 ആക്കണം. അപ്പോൾ സെക്കൻഡ് ട്രേയിൽ നിന്ന് എത്ര എടുക്കണം? 7 ഉണ്ട് അല്ലേ? ഇനി നമുക്ക് വേണ്ടത് 8, 9, 10. 3 എണ്ണം കൂടി എടുത്തു. അപ്പോൾ അവിടെ 10 ആയി. ഇനി സെക്കൻഡ് ട്രേയിൽ എത്രയാണ് ഉണ്ടായിരുന്നത്? 6 ആണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 3 എണ്ണം പോയപ്പോൾ ബാക്കി 3 ആണ് ഉള്ളത്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? 7 ഉണ്ടായിരുന്നു പ്ലസ് 3 നമ്മൾ എടുത്തു പ്ലസ് 3 രണ്ടാമത്തെ ട്രേയിലേത് അല്ലേ? അപ്പോൾ 7 + 3 ആദ്യത്തെ ട്രേ 7 + 3 ആയി. അത് 10 ആണ്. രണ്ടാമത്തെ ട്രേ 3 ആണ്. 10 + 3 = 13. ആദ്യത്തെ ട്രേയിൽ 9 ആണ് അല്ലേ? 9 10 ആവാൻ എത്ര വേണം? 1.
അപ്പോൾ രണ്ടാമത്തെ ട്രേ 7 ആണ്, അതിൽ നിന്ന് നമ്മൾ 1 എടുത്തു, അപ്പോൾ 10 ആയി. ഇനി രണ്ടാമത്തെ ട്രേയിൽ ഇപ്പോൾ എത്രയാണുള്ളത്? 6 ആണ് ഉള്ളത് അല്ലേ? ഇനി 9 + 1 + 6 ഈക്വൽ ടു 9 + 1 ആദ്യത്തെ ട്രേയിലാവുമ്പോൾ 10 ആയി, രണ്ടാമത്തെ ട്രേയിൽ 6 ആണ്. അപ്പോൾ ടോട്ടൽ വരുന്നത് 10 + 6 16 16. ഹൗ മെനി ഡക്സ് ഓൺ ദ ഗ്രൗണ്ട്? ഗ്രൗണ്ടിൽ എത്ര താറാവുകളാണുള്ളത്? 1 2 3 4 5 6 7 8 9 10 11 11. ഹൗ മെനി ഡക്സ് ഇൻ ദ വാട്ടർ? വെള്ളത്തിൽ എത്രയാണുള്ളത്? 1 2 3 4 5 6 7 8 9 9 എണ്ണം. വേർ ആർ മോർ ഡക്സ്? ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? വാട്ടറിലാണോ ഗ്രൗണ്ടിലാണോ? ഗ്രൗണ്ടിലാണ് അല്ലേ? ഓൺ ദ ഷോർ ഓർ ഇൻ ദ വാട്ടർ? കരയിലാണോ വെള്ളത്തിലാണോ? ഷോർ, കരയിലാണ് അല്ലേ? ഹൗ മെനി മോർ? എത്രയാണ് കൂടുതലുള്ളത്? വാട്ടറിൽ 9 ആണ്, ഷോറിലുള്ളത് 11. അപ്പോൾ 11 - 9 ഈക്വൽ ടു 2. 2 എണ്ണമാണ് കൂടുതലുള്ളത്. സി 3 ഡക്സ് സ്റ്റെപ്ഡ് ഇൻ ടു ദ വാട്ടർ. നോക്കൂ, 3 താറാവുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങി. 2 ഡക്സ് ഫ്രം ദ വാട്ടർ വെൻറ്റ് അഷോർ. എന്നാൽ 2 എണ്ണം കരയിലേക്ക് കയറി എന്നും പറഞ്ഞു അല്ലേ? ഹൗ മെനി ഇൻ വാട്ടർ, ഹൗ മെനി ഓൺ ദ ഷോർ? ഇപ്പോൾ കരയിൽ എത്രയാണുള്ളത്, അതുപോലെ തന്നെ വെള്ളത്തിൽ എത്രയാണ് ഉള്ളത് എന്നാണ് ചോദ്യം. വാട്ടറിൽ ആദ്യം ഉണ്ടായിരുന്നത് 9. 9ൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 12 ആയി. കരയിൽ ആദ്യം ഉണ്ടായിരുന്നത് 11 ആണ്. 11ൽ നിന്ന് 3 എണ്ണം വെള്ളത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ബാക്കിയുള്ളത് 8 ആണ്. ഇപ്പോൾ വീണ്ടും വെള്ളത്തിൽ നിന്ന് 2 എണ്ണം ഇങ്ങോട്ട് കരയിലേക്ക് കയറി എന്ന് പറഞ്ഞു. അപ്പോൾ 12 ആയിരുന്നു വെള്ളത്തിൽ, അതിൽ നിന്ന് 2 എണ്ണം ഇങ്ങോട്ട് വന്നപ്പോൾ 10 ആയി. കരയിൽ 8 ആയിരുന്നു ഉണ്ടായിരുന്നത്, 2 എണ്ണം കൂടി കൂട്ടിയപ്പോൾ 10 ആയി. അപ്പോൾ കരയിലും വെള്ളത്തിലും ഇപ്പോൾ 10 ആണ്. 10 + 10 20. ബീഡ് ത്രെഡിംഗ്. There are 6 for this contest. See how many birds each threaded. Who threaded the most? Can you say without counting? ആരാണ് കൂടുതൽ ബീഡ്സ് കോർത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് ഒരേ കളറിലുള്ളത് 10 ആണ് അല്ലേ? നിത, സച്ചു, ദിയ, ജാസ്, മിഴി, നിഹാൽ. എണ്ണാതെ പറയാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ജാസ് ആണ്, കണ്ടില്ലേ? ഏറ്റവും കൂടുതൽ കോർത്തിരിക്കുന്നത് ജാസ് ആണ്. രണ്ടാമത്തേത് നിത, മൂന്നാമത്തേത് മിഴി, നാലാമത്തേത് ദിയ, അഞ്ചാമത്തേത് നിഹാൽ, ആറാമത്തേത് സച്ചു. ജാസ് എത്രയാണ് കോർത്തിരിക്കുന്നത്? 10 + 9 19. അതുപോലെ തന്നെ നിത കോർത്തിരിക്കുന്നത് 10 + 8 18. പിന്നെ മിഴിയാണ് അല്ലേ? മിഴി കോർത്തിരിക്കുന്നത് 10 + 7 17. പിന്നെ ദിയാണ് 10 + 5 15. നിഹാൽ 10 + 4 14. സച്ചു 10 + 3 13. ഹു വൺ? ആരാണ് വിജയിച്ചിരിക്കുക? ജാസിയാണ് അല്ലേ? 19. റൈറ്റ് ദ നമ്പർ ഓഫ് ബീഡ്സ് ഫ്രം ദ ലാർജസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. വലുതിൽ നിന്ന് ചെറുതിലേക്ക് ആ നമ്പർ ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 19 18 17 15 14 13. ആഡ് ആൻഡ് റിമൂവ്. 9 and 9 ടുഗദർ ഗിവ് 18. 9ഉം 9ഉം കൂട്ടിയപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 18 18 ആണ് കിട്ടുന്നത്. എന്നാൽ തിരിച്ചൊന്ന് നോക്കൂ. 18 - 9 ഈക്വൽ ടു 9. 9 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇനി 9 + 2 എത്രയാണ് ആൻസർ കിട്ടുന്നത്? 10 11 അല്ലേ? അഡീഷൻ ചെയ്യുമ്പോൾ. ഇനി 11ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. ഇനി 9 + 5 14 എന്ന് ആൻസർ കിട്ടും. 14ൽ നിന്ന് 5 പോയാൽ നമുക്ക് 9 എന്ന് ആൻസർ കിട്ടും. ഇനി 9 + 8 17 എന്നാണ് ആൻസർ കിട്ടുന്നത്. 17ൽ നിന്ന് 8 മൈനസ് ചെയ്താലോ നമുക്ക് 9 എന്ന ആൻസർ കിട്ടും. ഇനി 9 + 6 15 ആൻസർ കിട്ടുന്നത്.
ഇനി 15ൽ നിന്ന് 6 മൈനസ് ചെയ്ത് നോക്കിയാലോ 9 എന്ന ആൻസർ കിട്ടും. ഇനി 9 + 7 16 എന്ന ആൻസർ കിട്ടും. ഇനി 16ൽ നിന്ന് 7 മൈനസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് 9 എന്നാണ് ആൻസർ കിട്ടുന്നത്. ട്രോഫീസ്. There are trophies for the winners of the contest. How many trophies? വിജയിച്ചവർക്കുള്ള ട്രോഫിയാണ്. എത്ര ട്രോഫീസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. ആദ്യത്തേതിൽ 10 ആണുള്ളത്. രണ്ടാമത്തേതിലും 1 2 3 4 5 6 7 8 9 10. 10 + 10 = 20. 20 ആണ് കിട്ടുന്നത്. Okay dears, study well. See you in next class. Thank you.